1984 ജൂൺ മാസം പഞ്ചാബിലെ അമൃത്സർ നഗരം എന്നും ഉണരുന്നത് ഭക്തിനിർഭരമായ ഗുർബാനി കീർത്തനങ്ങളോടെയാണ്. അമൃതസരോവരത്തിലെ തെളിനീരിൽ പ്രതിഫലിക്കുന്ന ഹർമന്ദിർ സാഹിബിന്റെ മനോഹാരിത ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കും. എന്നാൽ ആ വർഷം ആ മനോഹാരിതയ്ക്ക് മുകളിൽ ഭീതിയുടെ ഒരു കരിനിഴൽ പടർന്നിരുന്നു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഇടുങ്ങിയ ഗലികളിൽ സാധാരണക്കാർക്ക് പകരം തോക്കേന്തിയ മനുഷ്യർ കാവൽ നിന്നു. അന്തരീക്ഷത്തിൽ ധൂമ്രവർണ്ണത്തിലുള്ള പുക ഉയരുന്നുണ്ടായിരുന്നു. അങ്ങകലെയുള്ള സൈനിക ക്യാമ്പുകളിൽ നിന്ന് ടാങ്കുകളുടെ എഞ്ചിൻ ഇരമ്പുന്നത് നഗരം ഭീതിയോടെ ശ്രവിച്ചു. ചരിത്രം ചിലപ്പോൾ നിശബ്ദമായിരിക്കും, എന്നാൽ ചിലപ്പോൾ അത് രക്തം കൊണ്ടലറിക്കരയും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ, ഏറ്റവും വേദന നിറഞ്ഞ ആ 6 ദിവസങ്ങളിലേക്ക് രാജ്യം പാകപ്പെട്ടത് ഒരു രാത്രി കൊണ്ടല്ല. അത് പതിറ്റാണ്ടുകളായി നീറിപ്പുകഞ്ഞ രാഷ്ട്രീയ പകയുടെയും മതപരമായ തീവ്രതയുടെയും ഭരണകൂടത്തിൻ്റെ വീഴ്ചകളുടെയും പരിസമാപ്തിയായിരുന്നു. ഭാരതത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്വന്തം സൈന്യം സ്വന്തം ജനതയ്ക്ക് നേരെ ആയുധമെടുത്ത ആ നിമിഷം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിത്തറ ഇളകിയ നിമിഷമായിരുന്നു. 6 ദിവസം, 10,000-കണക്കിന് വെടിയുണ്ടകൾ, തകർന്നു വീണ ഒരു പരമോന്നത പീഠം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, അതൊരു രാജ്യത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവായിരുന്നു. ഈ കഥയുടെ വേരുകൾ തേടി നമ്മൾ 1947-ലെ വിഭജന കാലത്തേക്ക് പോകണം. ഇന്ത്യയും പാകിസ്ഥാനും വേർപിരിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ദുരന്തമേറ്റുവാങ്ങിയത് പഞ്ചാബികളായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, കോടിക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. സിഖുകാർക്ക് അവരുടെ പവിത്രമായ പല സ്ഥലങ്ങളും പാകിസ്ഥാനിലായിപ്പോയി. ഇന്ത്യ എന്ന പുതിയ രാജ്യത്തിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ 1950കളിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം നൽകാൻ നെഹ്റു സർക്കാർ ആദ്യം മടിച്ചു. ഇത് സിഖുകാർക്കിടയിൽ അവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി. 1966-ൽ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പഞ്ചാബ് സംസ്ഥാനം രൂപീകരിച്ചെങ്കിലും ചണ്ഡീഗഡ് എന്ന തലസ്ഥാന നഗരം ഹരിയാനയുമായി പങ്കിടേണ്ടി വന്നത് അവർക്ക് തിരിച്ചടിയായി. ഇതിനിടയിലാണ് ഹരിത വിപ്ലവം സംഭവിക്കുന്നത്. പഞ്ചാബ് സാമ്പത്തികമായി ഇന്ത്യയുടെ കരുത്തായി മാറി. പക്ഷേ പണം വന്നതോടെ ഗ്രാമങ്ങളിൽ സാമൂഹികമായ അസ്വസ്ഥതകളും വർദ്ധിച്ചു. കർഷകർ കടക്കിണിയിലായി, യുവാക്കൾ തൊഴിലില്ലായ്മയിലേക്ക് നീങ്ങി. ഈ സാഹചര്യത്തിലാണ് 1973-ൽ ആനന്ദ്പൂർ സാഹിബ് പ്രമേയം വരുന്നത്. ഇത് കേവലം രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് സിഖുകാരുടെ അന്തസ്സും സ്വയംഭരണാധികാരവും സംരക്ഷിക്കാനുള്ള ഒരു വിളിയായിരുന്നു. നദീജല വിതരണത്തിലെ അനീതിയും സിഖ് മതപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും അവർ ശക്തമായി എതിർത്തു. ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലിരുന്ന ഭരണാധികാരികൾ ഈ ആവശ്യങ്ങളെ വിഘടനവാദമായി മുദ്രകുത്തി. ഈ രാഷ്ട്രീയ വടംവലികൾക്കിടയിലേക്കാണ് പഞ്ചാബിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്ന ആ മനുഷ്യൻ കടന്നുവരുന്നത്. ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല. 1947-ൽ ജനിച്ച ഈ മനുഷ്യൻ തൻ്റെ 30കളിൽ എത്തുമ്പോഴേക്കും പഞ്ചാബിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറി. ദംദമി ടക്സാൽ എന്ന മതപാഠശാലയുടെ തലവനായ അദ്ദേഹം സിഖ് മതത്തിൻ്റെ ആചാരങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വാദിച്ചു. മദ്യം, മയക്കുമരുന്ന്, മുടിമുറിക്കൽ എന്നിവയ്ക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ലളിതമായിരുന്നു, പക്ഷെ അവയിൽ അടങ്ങിയിരുന്ന അമർഷം യുവാക്കളെ ആവേശം കൊള്ളിച്ചു. ചരിത്രത്തിലെ കൗതുകകരമായൊരു വസ്തുത ഭിന്ദ്രൻവാലയുടെ വളർച്ചയ്ക്ക് തുടക്കത്തിൽ കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു എന്നതാണ്. അകാലിദളിനെ രാഷ്ട്രീയമായി തകർക്കാൻ സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഭിന്ദ്രൻവാല ഒരു രാഷ്ട്രീയ കരുവാകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങി. 1978-ൽ അമൃത്സറിൽ നടന്ന സിഖ് നിരങ്കാരി സംഘർഷം അദ്ദേഹത്തെ ഒരു പോരാളിയായി ചിത്രീകരിച്ചു. അവിടെ നിന്ന് ഭിന്ദ്രൻവാലയുടെ വാക്കുകൾക്ക് ആയുധത്തിൻ്റെ മൂർച്ച കൂടി വന്നു. സിഖുകാർ ആയുധമണിയണം, നമ്മൾ അടിമകളല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പഞ്ചാബിലെ ഓരോ ഗ്രാമത്തിലും മുഴങ്ങി. 1981-ൽ ലാലാ ജഗത് നാരായൺ എന്ന പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടതോടെ ഭിന്ദ്രൻവാല പ്രതിക്കൂട്ടിലായി. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വിയർക്കേണ്ടി വന്നു. അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവില്ലെന്ന് പറഞ്ഞ് 25 ദിവസത്തിനുള്ളിൽ വിട്ടയച്ചു. ഇത് സർക്കാരിൻ്റെ ദൗർബല്യവും ഭിന്ദ്രൻവാലയുടെ വിജയവുമായി ജനങ്ങൾ കണ്ടു. 1982-ൽ ഭിന്ദ്രൻവാല തൻ്റെ ആസ്ഥാനം സുവർണക്ഷേത്രത്തിനുള്ളിലേക്ക് മാറ്റി. അതോടെ പഞ്ചാബിൻ്റെ ഭരണം ക്ഷേത്രത്തിനുള്ളിൽ നിന്നായി. ഗുരുനാനാക്ക് നിവാസിൽ നിന്നും പിന്നീട് അകാൽ തഖ്തിലേക്കും അദ്ദേഹം താമസം മാറി.
ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയായി അദ്ദേഹം അവിടെ ഒരു സമാന്തര കോടതി തന്നെ നടത്തി. ഈ കാലഘട്ടത്തിലാണ് പഞ്ചാബിൽ തീവ്രവാദം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയത്. ഹൈവേകളിൽ ബസ്സുകൾ തടഞ്ഞു നിർത്തി ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. പോലീസുകാർ സ്വന്തം ജീവനിൽ ഭയന്നു. ഈ അരാജകത്വത്തിന് സൈനികമായൊരു മുഖം നൽകിയത് മേജർ ജനറൽ ഷാബേഗ് സിംഗ് ആയിരുന്നു. ഷാബേഗ് സിംഗ് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വീരയോദ്ധാവായിരുന്നു. ഗറില്ല യുദ്ധമുറകളിൽ വിദഗ്ധനായ അദ്ദേഹം ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചു. എന്നാൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ അദ്ദേഹം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശത്രുവായി. ഭിന്ദ്രൻവാലയുടെ സൈനിക ഉപദേഷ്ടാവായി മാറിയ ഷാബേഗ് സിംഗ് സുവർണക്ഷേത്രത്തിന്റെ ഭൂപടം മാറ്റിവരച്ചു. ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സൈന്യം അകത്ത് കയറിയാൽ ഓരോ ഇഞ്ചിലും അവർക്ക് തിരിച്ചടി നൽകാൻ ബാങ്കറുകൾ നിർമ്മിച്ചു. ഉയർന്ന മിനാരങ്ങളിൽ യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ചു. സുവർണക്ഷേത്രത്തിന്റെ താഴ്ന്ന നിലകളിൽ വലിയ ആയുധശേഖരം ഒളിപ്പിച്ചു. തീർത്ഥാടകർക്കിടയിൽ ആയുധധാരികളായ പോരാളികൾ കാവൽ നിന്നു. ക്ഷേത്രം ഇപ്പോൾ ഒരു ആരാധനാലയം മാത്രമല്ല, അതൊരു മരണക്കെണിയായിരുന്നു. 1984 മെയ് മാസം അവസാനിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി വലിയ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. സുവർണക്ഷേത്രത്തിൽ സൈന്യം കയറുന്നത് ലോകമെമ്പാടുമുള്ള സിഖുകാരെ വേദനിപ്പിക്കുമെന്നും അത് തന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അവർക്കറിയാം. എന്നാൽ ഭിന്ദ്രൻവാലയെ തടഞ്ഞില്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കപ്പെടുമെന്ന ഭയം അവരെ വേട്ടയാടി. അകാലി നേതാക്കളുമായി നടന്ന രഹസ്യ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. ഭിന്ദ്രൻവാലയുടെ ആവശ്യങ്ങൾ ഭരണഘടനയ്ക്ക് അതീതമായിരുന്നു. ജൂൺ 1 അമൃത്സറിൽ വെടിയൊച്ചകൾ മുഴങ്ങി. CRPF യൂണിറ്റുകൾ ക്ഷേത്രത്തിനു നേരെ വെടിയുതിർത്തു. ക്ഷേത്രത്തിനുള്ളിലെ പോരാളികൾക്ക് എത്തരം ആയുധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. ജൂൺ 2 ഇന്ദിരാഗാന്ധി റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതൊരു അന്ത്യാശാസനമായിരുന്നു. ജൂൺ 3 പഞ്ചാബ് പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. 36 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു. വിദേശ മാധ്യമങ്ങളെ അമൃത്സറിൽ നിന്ന് പുറത്താക്കി. ലോകം കാണാത്ത രീതിയിലൊരു യുദ്ധം അവിടെ അണിയറനിലൊരുങ്ങി. ജനറൽ KS ബ്രാർ എന്ന സിഖ് ഓഫീസർക്ക് തന്നെയായിരുന്നു ഓപ്പറേഷന്റെ ചുമതല നൽകിയത്. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെയല്ല പോരാടുന്നത്, മറിച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് എന്ന് അദ്ദേഹം തന്റെ സൈനികർക്ക് ആത്മവിശ്വാസം നൽകി. ജൂൺ 5 രാത്രി 10 മണി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടന്നു. കറുത്ത യൂണിഫോം ധരിച്ച കമാൻഡോകൾ ക്ഷേത്രത്തിന്റെ പ്രധാന വാതിലിലൂടെ കുതിച്ചു. എന്നാൽ ഷാബേഗ് സിംഗിന്റെ തന്ത്രങ്ങൾ സൈന്യത്തെ ഞെട്ടിച്ചു. വെളിച്ചം കുറവായിരുന്ന ക്ഷേത്രമുറ്റത്ത് സൈനികർക്ക് ലക്ഷ്യസ്ഥാനങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. മിനാരങ്ങളിൽ നിന്നും ബാങ്കറുകളിൽ നിന്നും തുരുതുരാ വെടിയുണ്ടകൾ പെയ്തു. സൈനികർ ഓരോരുത്തരായി വീണു. രാത്രി 2 മണിയായപ്പോഴേക്കും സ്ഥിതിഗതികൾ സൈന്യത്തിന്റെ കൈവിട്ടുപോയി. മൃതദേഹങ്ങൾ ക്ഷേത്രമുറ്റത്ത് കുന്നുകൂടി. ഗറില്ല യുദ്ധമുറയിൽ ഷാബേഗ് സിംഗിന്റെ പോരാളികൾ സൈന്യത്തെക്കാൾ മുന്നിലായിരുന്നു. അടുവിൽ ഗതികെട്ട സൈനിക നേതൃത്വം ഇന്ദിരാഗാന്ധിയുടെ അനുമതിയോടെ ടാങ്കുകൾ അകത്തേക്ക് കയറ്റി. വിജയന്ത ടാങ്കുകൾ ക്ഷേത്രത്തിന്റെ പടവുകൾ കയറി വന്നപ്പോൾ അത് ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാഴ്ചയായി. അകാൽ തഖ്തിലേക്ക് ടാങ്കുകൾ ഷെല്ലുകൾ ഉതിർത്തു. ആ പവിത്രമായ കെട്ടിടം തകർന്നു വീണു. തീയും പുകയും കൊണ്ട് ആ പ്രദേശം മൂടി. പുലർച്ചെ 7 മണിയോടെ വെടിയൊച്ചകൾ നിലച്ചു. അകാൽ തഖ്തിന്റെ ബേസ്മെന്റിൽ ഭിന്ദ്രൻവാലയുടെയും ഷാബേഗ് സിംഗിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സുവർണക്ഷേത്രത്തിന്റെ തറയോടുകൾ രക്തം കൊണ്ട് നനഞ്ഞിരുന്നു. 6-ാം തീയതി രാവിലെ വെടിയൊച്ചകൾ നിലച്ചപ്പോൾ അമൃത്സർ നഗരത്തിനു മുകളിൽ കനത്ത പുകയും നിശബ്ദതയും പടർന്നു. സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിലേക്ക് സൈന്യം പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ചകൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. സിഖ് വിശ്വാസികളുടെ പരമോന്നത നീതിപീഠമായ അകാൽ തഖത് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കെട്ടിടത്തിന്റെ ചുവരുകൾ പീരങ്കി ഉണ്ടകളേറ്റ് തകർന്നു വീണിരുന്നു. ചരിത്രപരമായ രേഖകളും പുരാതനമായ ഗ്രന്ഥങ്ങളും അഗ്നിക്കിരയായി. ഹർമന്ദിർ സാഹിബിന്റെ പ്രധാന കെട്ടിടത്തിൽ 300ഓളം വെടിയുണ്ടകൾ പതിച്ചിരുന്നു. തടാകത്തിലെ തെളിനീർ രക്തം കലർന്ന് കറുത്ത നിറമായി മാറി. മൃതദേഹങ്ങൾ ക്ഷേത്രമുറ്റത്തും വരാന്തകളിലും ചിതറിക്കിടന്നു. കൊല്ലപ്പെട്ടവരിൽ ഭിന്ദ്രൻവാലയുടെ പോരാളികൾ മാത്രമല്ല, പ്രാർത്ഥനയ്ക്കായി എത്തി അവിടെ കുടുങ്ങിപ്പോയ വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമുണ്ടായിരുന്നു. സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഭിന്ദ്രൻവാലയുടെ മൃതദേഹം അകാൽ തഖത്തിന്റെ ബേസ്മെന്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഷാബേഗ് സിംഗിന്റെയും മൃതദേഹമുണ്ടായിരുന്നു. സുവർണക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു രക്തച്ചൊരിച്ചിൽ അതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ല. സൈനിക നടപടി കഴിഞ്ഞ് ദിവസങ്ങളോളം അമൃത്സറിൽ കർഫ്യൂ തുടർന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോയി കൂട്ടമായി ദഹിപ്പിച്ചു. ബന്ധുക്കൾക്ക് പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണാൻ അനുവാദം ലഭിച്ചില്ല.
ഈ നടപടി സിഖ് ജനതയുടെ ഉള്ളിൽ ഭരണകൂടത്തോടുള്ള കടുത്ത വിദ്വേഷത്തിന് കാരണമായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ വാർത്തകൾ പുറം ലോകമറിഞ്ഞതോടെ ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. ലണ്ടനിലും കാനഡയിലും അമേരിക്കയിലും സിഖുകാർ തെരുവിലിറങ്ങി ഇന്ത്യൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പല പ്രമുഖ സിഖ് നേതാക്കളും തങ്ങൾക്ക് ലഭിച്ച പത്മ പുരസ്കാരങ്ങളും മറ്റംഗീകാരങ്ങളും പ്രതിഷേധ സൂചകമായി തിരിച്ചു നൽകി. വിഖ്യാത എഴുത്തുകാരൻ ഖുഷ്വന്ത് സിംഗ് തന്റെ പത്മഭൂഷൺ പുരസ്കാരം തിരിച്ചേൽപ്പിക്കുകയും പാർലമെന്റിൽ സർക്കാരിനെതിരെ രൂക്ഷമായി സംസാരിക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ മതേതരത്വത്തിനേറ്റ വലിയ ആഘാതമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഏറ്റവും ഭയാനകമായ പ്രതികരണമുണ്ടായത് ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. രാജസ്ഥാനിലെയും ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും സൈനിക ക്യാമ്പുകളിൽ നിന്ന് സിഖ് സൈനികർ ആയുധമെടുത്ത് കലാപം നടത്തി. തങ്ങളുടെ മതപരമായ വികാരങ്ങളെ ഭരണകൂടം മുറിപ്പെടുത്തിയെന്ന് അവർ വിശ്വസിച്ചു. രാംഗഡിലെ സിഖ് റെജിമെന്റിലെ സൈനികർ തങ്ങളുടെ കമാൻഡിംഗ് ഓഫീസറെ വധിക്കുകയും ആയുധങ്ങളുമായി അമൃത്സറിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു വിഭാഗം സൈനികർ ഒരേ സമയം കലാപം നടത്തുന്നത്. ഇത് സൈനിക നേതൃത്വത്തെയും ഇന്ദിരാഗാന്ധിയെയും ഒരുപോലെ ഭയപ്പെടുത്തി. കലാപം നടത്തിയ സൈനികരെ പിന്നീട് മറ്റു യൂണിറ്റുകൾ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും അവരെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി ശിക്ഷിക്കുകയും ചെയ്തു. സൈന്യത്തിനുള്ളിലെ ഈ വിള്ളൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ് കൃത്യം 5 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ മറ്റൊരു ദുരന്തം സംഭവിച്ചു. 1984 ഒക്ടോബർ 31 രാവിലെ 9:20 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ വസതിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഓഫീസിലേക്ക് നടന്നു വരികയായിരുന്നു. ഐറിഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് അഭിമുഖം നൽകാൻ പോകുകയായിരുന്നു അവർ. വീടിനുള്ളിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ വഴിയിൽ കാവൽ നിന്നിരുന്നത് തന്റെ പ്രിയപ്പെട്ട അംഗരക്ഷകരായ ബിയാൻ സിംഗും സത്വൻ സിംഗുമായിരുന്നു. ഇരുവരും സിഖുകാരായിരുന്നു. അവർ ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ബിയാൻ സിംഗ് തന്റെ സർവീസ് റിവോൾവർ എടുത്ത് 3 തവണ വെടിയുതിർത്തു. താഴെ വീണ ഇന്ദിരാഗാന്ധിക്ക് നേരെ സത്വൻ സിംഗ് തന്റെ സ്റ്റെൻ ഗണ്ണിലെ 30ഓളം ഉണ്ടകൾ തീർത്തു. ഇന്ത്യയുടെ കരുത്തായ പ്രധാനമന്ത്രി രക്തം കുളിച്ച് നിലത്ത് വീണു. ഉടൻ തന്നെ അവരെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ മരണം സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതൊരു വ്യക്തിയുടെ കൊലപാതകം മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന മഹാവിപത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണം രാജ്യത്ത് നിലനിന്നിരുന്ന വർഗീയമായ ചേരിതിരിവിനെ അതിന്റെ പരമീതത്തിലെത്തിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഡൽഹിയുടെ തെരുവുകളിൽ രോഷം പതഞ്ഞുപൊങ്ങി. ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ജനക്കൂട്ടത്തെ അക്രമാസക്തമാക്കി. സിഖുകാർക്കെതിരെ രാജ്യവ്യാപകമായ ആസൂത്രിതമായ അക്രമങ്ങൾ ആരംഭിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ ഡൽഹി നഗരം നരകതുല്യമായി മാറി. ആയിരക്കണക്കിന് നിരപരാധികളായ സിഖുകാർ തെരുവുകളിൽ വേട്ടയാടപ്പെട്ടു. അവരുടെ വീടുകളും കടകളും തീയിട്ടു. ടയറുകൾ കഴുത്തിലിട്ട് ജീവനോടെ കത്തിക്കുന്ന ദാരുണമായ കാഴ്ചകൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. പോലീസും ഭരണകൂടവും ഈ അക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പലയിടത്തും അക്രമികൾക്ക് കൂട്ടുനിന്നെന്നും ആരോപണങ്ങൾ ഉയർന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡൽഹിയിൽ മാത്രം 3000ഓളം സിഖുകാർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥ സംഖ്യ 8000-ന് മുകളിലാണെന്ന് മനുഷ്യാവകാശ നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു വിഭാഗം ജനത ഭയവിഹ്വലരായി ഒളിച്ചോടേണ്ടി വന്നു. ഒരു വലിയ മരം വീഴുമ്പോൾ ചുറ്റുമുള്ള ഭൂമി കുലുങ്ങുമെന്ന രാജീവ് ഗാന്ധിയുടെ പ്രസ്താവന ഈ അക്രമങ്ങളെ ന്യായീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ കലാപം സിഖ് ജനതയുടെ ഉള്ളിൽ ഭരണകൂടത്തോടുള്ള വിശ്വാസം പൂർണ്ണമായും തകർക്കാൻ കാരണമായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനും ഇന്ദിരാഗാന്ധിയുടെ വധത്തിനും ശേഷം പഞ്ചാബ് മറ്റു 10 വർഷം കൂടി ഭീകരവാദത്തിന്റെ ഇരുട്ടിലായിരുന്നു. പാകിസ്ഥാൻ ഈ സാഹചര്യം മുതലെടുത്ത് ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന് ആയുധവും പണവും നൽകി സഹായിച്ചു. ആയിരക്കണക്കിന് സിഖ് യുവാക്കൾ വീണ്ടും തോക്കെടുത്തു. 1980കളുടെ അവസാനത്തിൽ പഞ്ചാബിൽ സമാധാനമെന്നത് ഒരു സ്വപ്നം മാത്രമായി മാറി. എന്നാൽ 1990കളിൽ KPS ഗിൽ എന്ന പോലീസ് മേധാവിയുടെ കീഴിൽ നടന്ന അതിശക്തമായ നടപടികൾ ഭീകരവാദത്തെ അടിച്ചമർത്തി. ജനങ്ങൾ അക്രമം മടുത്തു തുടങ്ങിയിരുന്നു. അവർക്ക് സമാധാനപരമായ ജീവിതം വേണമായിരുന്നു. ഇന്ന് പഞ്ചാബ് വീണ്ടും ഇന്ത്യയുടെ കരുത്തായി മാറി.
സുവർണക്ഷേത്രം അതിൻ്റെ എല്ലാ പ്രതാപത്തോടുകൂടി ഭക്തരെ സ്വീകരിക്കുന്നു. എങ്കിലും ഓരോ ജൂൺ മാസം എത്തുമ്പോഴും ആ പഴയ ഓർമ്മകൾ പഞ്ചാബിൻ്റെ മനസ്സിൽ നീറുന്ന മുറിവായി അവശേഷിക്കുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒഴിവാക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അത് അനിവാര്യമായിരുന്നു എന്ന് കരുതുന്നവരും ഇന്നും തർക്കിക്കുന്നു. സൈനികമായ വിജയത്തേക്കാൾ വലുതാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നത് ഈ സംഭവം നൽകുന്ന വലിയ പാഠമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ. കൂടാതെ നമ്മുടെ ഈ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുമെന്ന് കരുതുന്നു. കൂടാതെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.